ശ്രീനാരായണ ഗുരു ആദ്യമായി ശിവപ്രതിഷ്ഠ നടത്തിയത് എവിടെ? ആൻസർ അരുവിപ്പുറം. അന്തഃസ്ഥിത ജനവിഭാഗത്തിന് ക്ഷേത്രപ്രവേശനം അനുവദനീയമല്ലാതിരുന്ന കാലത്ത് അവർക്കും പൂജിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ക്ഷേത്രം വേണമെന്ന ചിന്തയിൽ ശ്രീനാരായണ ഗുരു 1888 നടത്തിയ പ്രതിഷ്ഠയാണ് അരുവിപ്പുരം പ്രതിഷ്ഠ. ഈ പ്രതിഷ്ഠയ്ക്കായുള്ള ശില നെയ്യാറിലെ ആഴമേറിയ കായമായ ശങ്കരൻകുഴിയിൽ നിന്നാണ് കിട്ടിയത്. ഗുരു നടത്തിയ പ്രതിഷ്ഠയെ ചോദ്യം ചെയ്യാനെത്തിയ സവർണ മേധാവികളോട് നാം നമ്മുടെ ശിവനെയാണ് പ്രതിഷ്ഠിച്ചതെന്ന് മറുപടിയാണ് ഗുരു നൽകിയത്. അന്ധംകൃത ജനവിഭാഗത്തിൻ്റെ ഉന്നമനത്തിന് നാന്ദി കുറിച്ച മുഖ്യ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ്. തോൾവിറകു സമരം നടന്നത് എവിടെ? ആൻസർ ചീമേനി. വടക്കേ മലബാറിലെ ചീമേനി കാടുകളിൽ നിന്നും തോലും വിറകും സൗജന്യമായി ശേഖരിക്കുകയാണെന്ന പരമ്പരാഗതമായി അനുവദിച്ചു തന്നിരുന്ന സമ്പ്രദായം ഭൂവുടമകൾ തടസ്സപ്പെടുത്തിയപ്പോൾ അതിനെതിരായി 1946 ചെറുവത്തൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കൃഷിക്കാരും കാർഷിക തൊഴിലാളികളും യോജിച്ച് നടത്തിയ സമരമാണ് തോൽവിറക് സമരം. കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്ന ചീമേനി. തോൽവിറക് സമരനായിക എന്നറിയപ്പെടുന്നത് കാർത്യായനി അമ്മയാണ്. ജനനത്തിനും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനും എതിരെ കാസർഗോഡ് ജില്ലയിലെ കയ്യൂരിൽ നടന്ന സമരമാണ് കയ്യൂർ സമരം. ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ആൻസർ പന്മ. ചട്ടമ്പിസ്വാമി ജനിച്ചത് 1853 തിരുവനന്തപുരം ജില്ലയിലെ കണ്ണൻമൂലയിലാണ്. ചട്ടമ്പിസ്വാമികൾക്ക് വിദ്യാധിരാജ എന്ന് പേര് നൽകിയത് എട്ടര യോഗയാണ്. ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 1882 ചട്ടമ്പിസ്വാമികൾ വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 1892 ചട്ടമ്പിസ്വാമികൾക്ക് ജ്ഞാനോദയം ലഭിച്ചത് നാഗർകോവിലിനടുത്തുള്ള വടിവീശ്വരം എന്ന സ്ഥലത്ത് വെച്ചാണ്. മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ചട്ടമ്പിസ്വാമികളെ പറ്റി പ്രസ്താവിച്ചു. ബോധേശ്വരൻ ചട്ടമ്പിസ്വാമികളുടെ പ്രധാന ശിഷ്യനാണ്. ചട്ടമ്പിസ്വാമികളുടെ പ്രധാന കൃതികൾ പ്രാചീന മലയാളം, ജീവകാരുണ്യ നിരൂപണം, ക്രിസ്തുമത ചേതനം, വേദാധികാര നിരൂപണം, അദ്വൈത ചിന്താ പദ്ധതി, സർവമത സമസ്യം, അദ്വൈത പഞ്ചരം, ബ്രഹ്മനിർഭാസം, നിജാനന്ദവിലാസം, പരമഭട്ടോദ ദർശനം. ചട്ടമ്പിസ്വാമികളുടെ പ്രശസ്തയായ കൃതി ഏത്? വേദാന്തികാര നിരൂപണം. ചട്ടമ്പിസ്വാമികളുടെ വിഖ്യാത കൃതിയായ വേദാന്തികാര നിരൂപണം 1918 പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിന് അത് ഉത്തേജകമായി. ഷൺമുഖദാസൻ, ശ്രീ ഭട്ടാരകൻ, ശ്രീ ബാലഭട്ടാരകൻ, കഷായം ധരിക്കാത്ത സന്യാസി, കവിയും കമണ്ഡലവുമില്ലാത്ത സന്യാസി എന്നിങ്ങനെ അറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് ചട്ടമ്പിസ്വാമികൾ. പ്രാചീന മലയാളമാണ് ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ കൃതി. സാധുജന പരിപാലന യോഗം രൂപീകരിച്ച നേതാവ്? അയ്യങ്കാളി. 1863 ഓഗസ്റ്റ് 28 വെങ്ങാനൂരിൽ പെരുങ്കാട്ടുവിളയിലാണ് അയ്യങ്കാളിയുടെ ജനനം. അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സവർണരുടെ എതിർപ്പ് വകവയ്ക്കാതെ ദക്ഷിണ തിരുവിതാംകൂറിലെ പല ഭാഗത്തും സഞ്ചരിച്ചതോടെയാണ് അവർണരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് തുടക്കമായത്. 1907 അദ്ദേഹം സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത്. കേരളത്തിലെ ആദ്യ കർഷക തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. താണജാതിക്കാരുടെ മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുക, പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അയ്യങ്കാളി സമരം പ്രഖ്യാപിച്ചത്. അയിത്ത വിഭാഗത്തിൻ്റെ നേതാവെന്ന നിലയിൽ 1914 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 1941 ജൂൺ 18 അയ്യങ്കാളി അന്തരിച്ചു. ഋതുമതി എന്ന നാടകം എഴുതിയതാര്? MP ഭട്ടതിരിപ്പാട്. സാമൂഹിക പരിഷ്കർത്താവും കവിയും നടനുമായിരുന്നു ഭട്ടതിരിപ്പാട്. സബന്തി, നാൽക്കാലികൾ, രക്തസന്ദേശം, പ്രേംജി പാടുന്നു, ഋതുമതി ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെ കൃതികളാണ്. മതവിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതിക വിദ്യാഭ്യാസവും നേടിയാലേ മനുഷ്യ പുരോഗതി സാധ്യമാവുകയുള്ളൂ. ഇതാരുടെ വാക്കുകളാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവി. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിലെ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര പോരാളിയും പത്രപ്രവർത്തകനും പണ്ഡിതനുമായിരുന്നു വക്കം മൗലവി എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി. തിരുവനന്തപുരം ജില്ലയിലെ വക്കത്ത് 1873 ഡിസംബർ 28 വക്കം അബ്ദുൽ ഖാദർ മൗലവി ജനിച്ചത്.
കേരളത്തിലെ മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. ഇസ്ലാം ധർമ്മപരിപാലന സംഘം, ഐക്യ മുസ്ലിം സംഘം, അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജ തുടങ്ങിയ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അഞ്ചുതെങ്കിൽ നിന്നാണ് സ്വദേശാഭിമാനി പ്രതിവാര പത്രം ആരംഭിച്ചത്. വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസികകൾ മുസ്ലിം, അൽ ഇസ്ലാം. കല്ലുമാല പ്രക്ഷോഭത്തിൻ്റെ നേതാവ് അയ്യങ്കാളി. ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിക്കപ്പെടുന്ന വ്യക്തിയാണ് അയ്യങ്കാളി. കല്ലുമാല സമരം നടന്നത് 1915-ലാണ്. കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാട് വെച്ചാണ്. പെരിനാട്ടു ലഹള എന്നറിയപ്പെടുന്ന സമരമാണ് കല്ലുമാല സമരം. ദുരവസ്ഥ എന്ന കൃതി രചിച്ചത് ആര്? കുമാരനാശാൻ. മലബാർ കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുമാരനാശാൻ രചിച്ച ഖണ്ഡകാവ്യമാണ് ദുരവസ്ഥ. കലാപകാരികളിൽ നിന്ന് രക്ഷപ്പെട്ട നമ്പൂതിരി യുവതിയായ സാവിത്രി ചാത്തൻ എന്ന പുലയ യുവാവിൻ്റെ കുടിലിൽ എത്തിപ്പെടുകയും അവർക്കിടയിൽ പുതിയൊരു ബന്ധം സ്ഥാപിതമാവുകയും കവിതയിലെ പ്രതിമേയം. ജാതി വ്യവസ്ഥയ്ക്കെതിരെ ശബ്ദിക്കുകയും മിശ്ര വിഭാഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും മലബാർ കലാപത്തിൻ്റെ വർഗീയ മുഖം അനാവരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വദേശ കൃതിയാണ് ദുരവസ്ഥ. ദുരവസ്ഥയെ കേരളത്തിൻ്റെ പുരോഗമന സാഹിത്യത്തിൻ്റെ മുന്നോടിയായി EMS നമ്പൂതിരിപ്പാട് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചില്ലെങ്കിൽ കാണായ പാഠങ്ങളിലെല്ലാം മുട്ടിപ്പുല്ല് കടിപ്പിക്കും എന്ന മുദ്രാവാക്യം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യങ്കാളി. അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ ആദ്യ ദളിതനാണ് അയ്യങ്കാളി. 1911 അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. പൊതുവഴിയിലൂടെ പിന്നാക്ക ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി നടത്തിയ സമരമാണ് വില്ലുവണ്ടി സമരം. വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി സമരം നടത്തിയത്. മൂന്നായി മുറിഞ്ഞു കിടക്കുമീ കേരളം ഒന്നാക്കുമെന്നായി പ്രതിജ്ഞ ചെയ്യുന്നു നാം എന്ന് തുടങ്ങുന്ന കേരള രൂപീകരണവുമായി ബന്ധപ്പെട്ട ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് ആര്? NV കൃഷ്ണവാര്യർ.